നമ്മൾ വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ വരുമല്ലോ. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നാലുടനെ നമ്മുടെ ഡ്രസ്സ് നമ്മൾ മാറുമല്ലോ, ചേഞ്ച് ചെയ്യുമല്ലോ. ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, മാറുക എന്ന് പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസാണ് ചേഞ്ച് മൈ ക്ലോത്ത്സ്, അല്ലെങ്കിൽ ഗെറ്റ് ചേഞ്ച്ഡ് എന്നുള്ള എക്സ്പ്രഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗെറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചേഞ്ച്ഡ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്ഷനാണ്, മീൻസ് ഒരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വീട്ടിൽ വന്നാൽ ഡ്രസ്സ് മാറുക എന്ന് പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസാണ് ചേഞ്ച് മൈ ക്ലോത്ത്സ്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. വെൻ ഐ കം ഹോം ഐ ചേഞ്ച് മൈ ക്ലോത്ത്സ്. ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഡ്രസ്സ് മാറാറുണ്ട്. വെൻ ഐ കം ഹോം ഐ ചേഞ്ച് മൈ ക്ലോത്ത്സ്. ഡു യു ചേഞ്ച് യുവർ ക്ലോത്ത്സ് വെൻ യു ഗെറ്റ് ഹോം. നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് മാറാറുണ്ടോ? ഡു യു ചേഞ്ച് യുവർ ക്ലോത്ത്സ് വെൻ യു ഗെറ്റ് ഹോം. യെസ് ഐ ചേഞ്ച് മൈ ക്ലോത്ത്സ് വെൻ ഐ ഗെറ്റ് ഹോം. അതെ, ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഡ്രസ്സ് മാറാറുണ്ട്. നെക്സ്റ്റ്, ഐ നീഡ് ടു ചേഞ്ച് മൈ ക്ലോത്ത്സ് ബിഫോർ വി ഗോ ഔട്ട്. നമ്മൾ പുറത്തു പോകുന്നതിന് മുമ്പ് എനിക്കെൻ്റെ ഡ്രസ്സ്, തുണി മാറണം. ഐ നീഡ് ടു ചേഞ്ച് മൈ ക്ലോത്ത്സ് ബിഫോർ വി ഗോ ഔട്ട്. നെക്സ്റ്റ്, ആഫ്റ്റർ വർക്കിംഗ് ഔട്ട് ഐ ഓൾവേസ് ചേഞ്ച് മൈ ക്ലോത്ത്സ്. ഈ എക്സസൈസിന് ശേഷം ഞാൻ എപ്പോഴും എൻ്റെ ഡ്രസ്സ് മാറും. ആഫ്റ്റർ വർക്കിംഗ് ഔട്ട് ഐ ഓൾവേസ് ചേഞ്ച് മൈ ക്ലോത്ത്സ്. നെക്സ്റ്റ്, ഇറ്റ്സ് ടൈം ടു ചേഞ്ച് മൈ ക്ലോത്ത്സ് ഫോർ ദ പാർട്ടി ടുനൈറ്റ്. ഇന്ന് രാത്രിയിലുള്ള പാർട്ടിക്കായിട്ട് എൻ്റെ തുണികൾ, എൻ്റെ ഡ്രസ്സ് മാറേണ്ട സമയമായി. ഇറ്റ്സ് ടൈം ടു ചേഞ്ച് മൈ ക്ലോത്ത്സ് ഫോർ ദ പാർട്ടി ടുനൈറ്റ്. നെക്സ്റ്റ്, ഐ ഫോർഗോട്ട് ടു ചേഞ്ച് മൈ ക്ലോത്ത്സ് ആഫ്റ്റർ കമ്മിങ് ബാക്ക് ഫ്രം ദ ജിം. ജിമ്മിൽ നിന്ന് വന്നതിന് ശേഷം എൻ്റെ ഡ്രസ്സ് മാറുവാനായിട്ട് ഞാൻ മറന്നുപോയി. ഐ ഫോർഗോട്ട് ടു ചേഞ്ച് മൈ ക്ലോത്ത്സ് ആഫ്റ്റർ കമ്മിങ് ബാക്ക് ഫ്രം ദ ജിം. നെക്സ്റ്റ്, ഡു യു മൈൻഡ് ഇഫ് ഐ ചേഞ്ച് മൈ ക്ലോത്ത്സ് ബിഫോർ വി ലീവ്. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഡ്രസ്സ് മാറുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ ചേഞ്ച് മൈ ക്ലോത്ത്സ് ബിഫോർ വി ലീവ്. നെക്സ്റ്റ്, ഐ ഓൾവേസ് ചേഞ്ച് മൈ ക്ലോത്ത്സ് ബിഫോർ ഗോയിങ് ടു ബെഡ്. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാറുണ്ട്, മാറാറുണ്ട്. ഐ ഓൾവേസ് ചേഞ്ച് മൈ ക്ലോത്ത്സ് ബിഫോർ ഗോയിങ് ടു ബെഡ്. നെക്സ്റ്റ്, ഡു യു നീഡ് ടു ചേഞ്ച് യുവർ ക്ലോത്ത്സ്. നിനക്ക് നിൻ്റെ ഡ്രസ്സ് മാറണോ? ഡു യു നീഡ് ടു ചേഞ്ച് യുവർ ക്ലോത്ത്സ്. യെസ്, അതേ, മാറണം. ദേ ആർ വെറ്റ്. അവ നനഞ്ഞിരിക്കുകയാണ്, എൻ്റെ ഡ്രസ്സ് നനഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ്, വെൻ വിൽ യു ചേഞ്ച് യുവർ ക്ലോത്ത്സ് ഫോർ ദ പാർട്ടി. പാർട്ടിക്കായിട്ട് നീ എപ്പോഴും നിൻ്റെ ഡ്രസ്സ് മാറും, മാറ്റിയിടും. വെൻ വിൽ യു ചേഞ്ച് യുവർ ക്ലോത്ത്സ് ഫോർ ദ പാർട്ടി. ജസ്റ്റ് ബിഫോർ ലീവിങ്. ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഡ്രസ്സ് മാറും. നെക്സ്റ്റ്, വേർ ഡിഡ് യു ചേഞ്ച് യുവർ ക്ലോത്ത്സ് യെസ്റ്റർഡേ. എവിടെ നിന്നാണ് നീ ഇന്നലെ നിൻ്റെ ഡ്രസ്സ് മാറിയത്, ചേഞ്ച് ചെയ്തത്? വേർ ഡിഡ് യു ചേഞ്ച് യുവർ ക്ലോത്ത്സ് യെസ്റ്റർഡേ. ഐ ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ് ഇൻ ദ ബാത്റൂം. ബാത്റൂമിലാണ് ഞാൻ ഇന്നലെ എൻ്റെ ഡ്രസ്സ് മാറിയത്. ഐ ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ് ഇൻ ദ ബാത്റൂം. നെക്സ്റ്റ്, വൈ ഡു യു നീഡ് ടു ചേഞ്ച് യുവർ ക്ലോത്ത്സ്. നിൻ്റെ തുണികൾ, ഡ്രസ്സ് എന്തിനാണ് നീ മാറുന്നത്? വൈ ഡു യു നീഡ് ടു ചേഞ്ച് യുവർ ക്ലോത്ത്സ്. ബിക്കോസ് ദേ ആർ ഡേർട്ടി. കാരണം അവ അഴുക്കാണ്, അതിൽ അഴുക്ക് പറ്റിയിരിക്കുകയാണ്. ബിക്കോസ് ദേ ആർ ഡേർട്ടി. നെക്സ്റ്റ്, ഐ നീഡ് ടു ഗെറ്റ് ചേഞ്ച്ഡ് ബിഫോർ വി ലീവ്. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഡ്രസ്സ് മാറണം. ഐ നീഡ് ടു ഗെറ്റ് ചേഞ്ച്ഡ് ബിഫോർ വി ലീവ്. ഇവിടെ ഗെറ്റ് ചേഞ്ച്ഡ് എന്നുള്ള എക്സ്പ്രഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓർക്കുക, ഗെറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ചേഞ്ച്ഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവുമാണ്. ഐ നീഡ് ടു ഗെറ്റ് ചേഞ്ച്ഡ് ബിഫോർ വി ലീവ്. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഡ്രസ്സ് മാറണം. നെക്സ്റ്റ്, ക്യാൻ യു വെയിറ്റ് ഫോർ മീ വൈൽ ഐ ഗെറ്റ് ചേഞ്ച്ഡ്. ഞാൻ ഡ്രസ്സ് മാറുമ്പോഴത്തേക്ക് നീ ഒന്ന് വെയിറ്റ് ചെയ്യാമോ? ക്യാൻ യു വെയിറ്റ് ഫോർ മീ വൈൽ ഐ ഗെറ്റ് ചേഞ്ച്ഡ്. നെക്സ്റ്റ്, ഐ ഫോർഗോട്ട് ടു ഗെറ്റ് ചേഞ്ച്ഡ്. ഞാൻ ഡ്രസ്സ് മാറുവാനായിട്ട് മറന്നുപോയി. ഐ ഫോർഗോട്ട് ടു ഗെറ്റ് ചേഞ്ച്ഡ്. നെക്സ്റ്റ്,
ദ ബേബി നീഡ്സ് ടു ഗെറ്റ് ചേഞ്ച്ഡ് ഇൻ ടു എ ഫ്രഷ് ഡയഫർ. ബേബിക്ക് പുതിയ ഡയഫർ ഇടണം, പുതിയ ഡയഫർ മാറ്റിയിടണം. ദ ബേബി നീഡ്സ് ടു ഗെറ്റ് ചേഞ്ച്ഡ് ഇൻ ടു എ ഫ്രഷ് ഡയഫർ. നെക്സ്റ്റ്, വേർ ഷുഡ് ഐ ഗെറ്റ് ചേഞ്ച്ഡ്? ഞാൻ എവിടെ നിന്ന് എൻ്റെ ഡ്രസ്സ് മാറണം? വേർ ഷുഡ് ഐ ഗെറ്റ് ചേഞ്ച്ഡ്? യു ക്യാൻ ഗെറ്റ് ചേഞ്ച്ഡ് ഇൻ ദ ബാത്റൂം. നിനക്ക് ബാത്റൂമിൽ വെച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. യു ക്യാൻ ഗെറ്റ് ചേഞ്ച്ഡ് ഇൻ ദ ബാത്റൂം. നെക്സ്റ്റ്, ക്യാൻ യു ഹെൽപ്പ് മീ ഗെറ്റ് ചേഞ്ച്ഡ്? എൻ്റെ ഡ്രസ്സ് മാറുവാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ ഗെറ്റ് ചേഞ്ച്ഡ്? ഷുവർ, സഹായിക്കാം. ഐ ക്യാൻ ഹെൽപ്പ് യു ഗെറ്റ് ചേഞ്ച്ഡ്. നിൻ്റെ ഡ്രസ്സ് മാറുവാനായിട്ട് ഞാൻ സഹായിക്കാം. ഐ ക്യാൻ ഹെൽപ്പ് യു ഗെറ്റ് ചേഞ്ച്ഡ്. നെക്സ്റ്റ്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു ടു ഗെറ്റ് ചേഞ്ച്ഡ്? നിനക്ക് ഡ്രസ്സ് മാറുവാനായിട്ട് എത്ര സമയമെടുക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് യു ടു ഗെറ്റ് ചേഞ്ച്ഡ്? ഇനി മേക്കപ്പ് റിമൂവ് ചെയ്യുക എന്ന് പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വെർബാണ് ടേക്ക് ഓഫ്. ടേക്ക് ഓഫിന് മറ്റു പല മീനിങ്ങുകളുമുണ്ട്. ടേക്ക് ഓഫിൻ്റെ സെപ്പറേറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് റിമൂവ് ചെയ്യുക എന്ന് പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബാണ് ടേക്ക് ഓഫ്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്, ഡു യു ടേക്ക് ഓഫ് യുവർ മേക്കപ്പ് ബിഫോർ ബെഡ്? കിടക്കുന്നതിന് മുമ്പ് നീ നിൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യാറുണ്ടോ? ഡു യു ടേക്ക് ഓഫ് യുവർ മേക്കപ്പ് ബിഫോർ ബെഡ്? യെസ്, അതെ. ഐ ടേക്ക് ഓഫ് മൈ മേക്കപ്പ് ബിഫോർ ഐ ഗോ ടു ബെഡ്. അതെ, ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യാറുണ്ട്. ഐ ടേക്ക് ഓഫ് മൈ മേക്കപ്പ് ബിഫോർ ഐ ഗോ ടു ബെഡ്. നെക്സ്റ്റ്, ഡു യു ടേക്ക് ഓഫ് യുവർ മേക്കപ്പ് എവറി നൈറ്റ്? എല്ലാ ദിവസവും രാത്രിയിൽ നീ നിൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യാറുണ്ടോ? ഡു യു ടേക്ക് ഓഫ് യുവർ മേക്കപ്പ് എവറി നൈറ്റ്? യെസ്, അതെ. ഐ ടേക്ക് ഓഫ് മൈ മേക്കപ്പ് എവറി നൈറ്റ്. എല്ലാ ദിവസവും രാത്രിയിൽ എൻ്റെ മേക്കപ്പ് ഞാൻ റിമൂവ് ചെയ്യാറുണ്ട്. ഐ ടേക്ക് ഓഫ് മൈ മേക്കപ്പ് എവറി നൈറ്റ്. നെക്സ്റ്റ്, ഡിഡ് യു ടേക്ക് ഓഫ് യുവർ മേക്കപ്പ്? നീ നിൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്തോ? ഡിഡ് യു ടേക്ക് ഓഫ് യുവർ മേക്കപ്പ്? യെസ്, ഐ ടുക്ക് ഓഫ് മൈ മേക്കപ്പ്. അത് ഞാൻ എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്തു. ഐ ടുക്ക് ഓഫ് മൈ മേക്കപ്പ്. നെക്സ്റ്റ്, വെൻ ഡു യു യൂഷ്വലി ടേക്ക് ഓഫ് യുവർ മേക്കപ്പ്? നിൻ്റെ മേക്കപ്പ് നീ സാധാരണയായിട്ട് എപ്പോഴാണ് റിമൂവ് ചെയ്യാറുള്ളത്? വെൻ ഡു യു യൂഷ്വലി ടേക്ക് ഓഫ് യുവർ മേക്കപ്പ്? ഐ യൂഷ്വലി ടേക്ക് ഓഫ് മൈ മേക്കപ്പ് റൈറ്റ് ബിഫോർ ബെഡ് ടൈം. ഞാൻ സാധാരണയായിട്ട് കിടക്കുന്നതിന് മുമ്പാണ് എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യാറുള്ളത്. ഐ യൂഷ്വലി ടേക്ക് ഓഫ് മൈ മേക്കപ്പ് റൈറ്റ് ബിഫോർ ബെഡ് ടൈം. ഐ സംടൈംസ് ഫോർഗെറ്റ് ടു ടേക്ക് ഓഫ് മൈ മേക്കപ്പ് ബിഫോർ ബെഡ്. ചില സമയത്ത് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യുവാനായിട്ട് മറന്നു പോകും. ഐ സംടൈംസ് ഫോർഗെറ്റ് ടു ടേക്ക് ഓഫ് മൈ മേക്കപ്പ് ബിഫോർ ബെഡ്. നെക്സ്റ്റ്, ക്യാൻ യു ടേക്ക് ഓഫ് യുവർ മേക്കപ്പ് നൗ? നിങ്ങളുടെ മേക്കപ്പ് ഇപ്പോൾ റിമൂവ് ചെയ്യാമോ? ക്യാൻ യു ടേക്ക് ഓഫ് യുവർ മേക്കപ്പ് നൗ? ടേക്ക് ഓഫ് യുവർ മേക്കപ്പ്. നിങ്ങളുടെ മേക്കപ്പ് റിമൂവ് ചെയ്യൂ. ടേക്ക് ഓഫ് യുവർ മേക്കപ്പ്. ഇനി നമ്മളുടെ മേക്കപ്പ് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുമല്ലോ. ഇങ്ങനെ മേക്കപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞു എന്ന് പറയുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബാണ് വാഷ് ഓഫ്. 2-3 സെൻറ്റൻസുകൾ നോക്കാം. ഡു യു വാഷ് ഓഫ് യുവർ മേക്കപ്പ്? നീ നിൻ്റെ മേക്കപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാറുണ്ടോ? റിമൂവ് ചെയ്യാറുണ്ടോ? ഡു യു വാഷ് ഓഫ് യുവർ മേക്കപ്പ്? യെസ്, ഐ വാഷ് ഓഫ് മൈ മേക്കപ്പ്. അത് ഞാൻ എൻ്റെ മേക്കപ്പ് കഴുകിക്കളയാറുണ്ട്, റിമൂവ് ചെയ്യാറുണ്ട്. ഡിഡ് യു വാഷ് ഓഫ് യുവർ മേക്കപ്പ്? നീ നിൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്തോ? കഴുകിക്കളഞ്ഞോ? ഡിഡ് യു വാഷ് ഓഫ് യുവർ മേക്കപ്പ്? യെസ്, ഐ വാഷ്ഡ് ഓഫ് മൈ മേക്കപ്പ്. അത് ഞാൻ എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്തു, കഴുകിക്കളഞ്ഞു. നെക്സ്റ്റ്, ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു വാഷ് ഓഫ് യുവർ മേക്കപ്പ്? നിൻ്റെ മേക്കപ്പ് കഴുകിക്കളയുന്നത്, റിമൂവ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ, അത്യാവശ്യമാണോ? ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു വാഷ് ഓഫ് യുവർ മേക്കപ്പ്? യെസ്, അതെ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു വാഷ് ഓഫ് മൈ മേക്കപ്പ്. എൻ്റെ മേക്കപ്പ് കഴുകിക്കളയുന്നത്, റിമൂവ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ക്യാൻ യു വാഷ് ഓഫ് യുവർ മേക്കപ്പ്? നിൻ്റെ മേക്കപ്പ് കഴുകിക്കളയാമോ, റിമൂവ് ചെയ്യാമോ? ക്യാൻ യു വാഷ് ഓഫ് യുവർ മേക്കപ്പ്? നെക്സ്റ്റ്, ഡു യു വാഷ് ഓഫ് യുവർ മേക്കപ്പ് എവരി നൈറ്റ്? എല്ലാ ദിവസവും രാത്രിയിൽ നീ നിൻ്റെ മേക്കപ്പ് കഴുകിക്കളയാറുണ്ടോ, റിമൂവ് ചെയ്യാറുണ്ടോ? ഡു യു വാഷ് ഓഫ് യുവർ മേക്കപ്പ് എവരി നൈറ്റ്? യെസ്, അതെ.
ഐ വാഷ് ഓഫ് മൈ മേക്കപ്പ് എവറി നൈറ്റ്. എല്ലാ ദിവസവും രാത്രിയിൽ എൻ്റെ മേക്കപ്പ് ഞാൻ കഴുകിക്കളയാറുണ്ട്, റിമൂവ് ചെയ്യാറുണ്ട്. ഐ വാഷ് ഓഫ് മൈ മേക്കപ്പ് എവറി നൈറ്റ്. നെക്സ്റ്റ്, വെൻ ഡു യു വാഷ് ഓഫ് യുവർ മേക്കപ്പ്? നിൻ്റെ മേക്കപ്പ് എപ്പോഴാണ് കഴുകിക്കളയാറുള്ളത്? വെൻ ഡു യു വാഷ് ഓഫ് യുവർ മേക്കപ്പ്? ഐ വാഷ് ഓഫ് മൈ മേക്കപ്പ് ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ്. കിടക്കുവാൻ പോകുന്നതിന് മുമ്പാണ്, ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പാണ് ഞാൻ എൻ്റെ മേക്കപ്പ് കഴുകിക്കളയാറുള്ളത്. ഐ വാഷ് ഓഫ് മൈ മേക്കപ്പ് ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ്. ഇനി മേക്കപ്പ് കഴുകിക്കളയുക എന്ന് മാത്രമല്ല, ഒരു സർഫസിലെ എന്തെങ്കിലും കഴുകിക്കളയുക എന്ന് പറയുവാനായിട്ട് നമ്മൾ വാഷ് ഓഫ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ഒരു സെൻറ്റൻസ് നോക്കാം. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് പെയിൻറ്റ് വിൽ വാഷ് ഓഫ്. ഈ പെയിൻറ്റ് കഴുകിക്കളയാൻ പറ്റുമോ എന്ന്, റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് പെയിൻറ്റ് വിൽ വാഷ് ഓഫ്.